ഹലോ, പീറ്റീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറഞ്ഞ അളവിൽ 2 ഫേസ് വാഷാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ശംഖുപുഷ്പത്തിൻ്റെ ഫേസ് വാഷ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ആൾക്കാരോട് കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ചെയ്ത് കാണിക്കാനായിട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ആരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടോ ലൈക്ക് ചെയ്യാണ്ടാണ് കാണുന്നത് എന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഡ്രൈ ഫ്ലവർ ആണ് ഞാൻ എടുക്കുന്നത്. ശംഖുപുഷ്പത്തിൻ്റെ സ്മെല്ലിന് വേണ്ടിയിട്ട് ലാവിസോളിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചെറിയ 2 ഗ്ലാസ് ജാറും എടുത്തിട്ടുണ്ട്. അത് മിക്സ് ചെയ്യാനായിട്ടൊരു ഗ്ലാസിൻ്റെ റോളും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ DM വാട്ടർ വേണം. പിന്നെ മെയിനായിട്ട് വേണ്ടത് ഫേസ് വാഷിൻ്റെ ബേസാണ്. അതുപോലെ തന്നെ ഗ്ലിസറിനും വേണം. വെജ് ഗ്ലിസറിനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗം ഞാൻ സ്റ്റിക്കിൽ വെച്ചിട്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ട് ക്യാമറയുടെ ഭാഗത്ത് എൻ്റെ കൈ കൊണ്ടിട്ടാണെന്ന് തോന്നുന്നു. അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ഇല്ല വീഡിയോ എടുത്തിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ ഞാൻ പിന്നെയാണ് അത് ശ്രദ്ധിച്ചത് ക്ലിയർ ഇല്ല എന്നുള്ളത്. ഒരിത്തിരി ക്ലിയർ കുറവുണ്ട്. അപ്പോൾ അതിനെല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. 150 ഗ്രാമാണ് ഞാൻ ഫേസ് വാഷിൻ്റെ ബേസ് എടുക്കുന്നത്. 150 ഗ്രാം ഫേസ് വാഷിൻ്റെ ബേസിലേക്ക് 75 ഗ്രാമാണ് DM വാട്ടർ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതായത് നമ്മളെടുക്കുന്ന ഫേസ് വാഷിൻ്റെ ബേസിൻ്റെ നേർപകുതിയാണ് DM വാട്ടർ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഫേസ് വാഷിൻ്റെ ബേസും DM വാട്ടറും കൂടിയിട്ട് 225 ഗ്രാമാണ് ഉള്ളത് കേട്ടോ. 100 ഗ്രാമിൻ്റെ 2 ബോട്ടിലാണ് ഫേസ് വാഷ് കിട്ടുക. പിന്നെ ഒരു ഇത്തിരി കൂടുതലുണ്ടാവും. ഇനി DM വാട്ടർ 75 ml അളന്നെടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള ശംഖുപുഷ്പത്തിൻ്റെ ഡ്രൈ ഫ്ലവർ ഈ DM വാട്ടറിൽ ഇട്ടിട്ടാണ് തിളപ്പിക്കാൻ പോകുന്നത്. ഇത് തിളച്ചിട്ട് വറ്റി വരുമ്പോൾ 75 ഗ്രാം എന്നുള്ളത് ചിലപ്പോൾ ഒരു 65 ഗ്രാമൊക്കെ ആയിട്ട് കുറയും. ഒരു 10 ഗ്രാമൊക്കെ കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 75 ഗ്രാം എന്നുള്ളത് ഒരു 10 ഗ്രാം കൂട്ടിയിട്ട് 85 ഗ്രാം എടുത്തോളൂ കേട്ടോ. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഈ ഫേസ് വാഷിൻ്റെ ബേസിലേക്ക് കൃത്യം 75 ഗ്രാം തന്നെ DM വാട്ടർ ചേർത്ത് കൊടുക്കാം. ശംഖുപുഷ്പം ചേർത്ത് കൊടുക്കണേൽ ഒരു പിശുക്കൊന്നും കാണിക്കേണ്ട കേട്ടോ. ഇഷ്ടം പോലെ ചേർത്തോളൂ. നല്ല ഡാർക്ക് കളർ കിട്ടും. ഒരു എക്സ്ട്രാ വേറൊരു കളർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ശംഖുപുഷ്പം ചേർത്ത് കൊടുക്കുന്നതിന് ഒരു പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങൾക്ക് നല്ല ഡാർക്ക് കളർ ഇഷ്ടമാണെന്ന് വെച്ചാൽ നല്ലോണം ചേർത്ത് കൊടുക്കുക. ലൈറ്റ് കളർ മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ചേർത്ത് കൊടുത്താൽ മതി. ശംഖുപുഷ്പം ഇത്രയും അധികം ആയിട്ടുണ്ടെങ്കിൽ അത് ഗുണമാണ് ചെയ്യുള്ളൂ. ഇപ്പോൾ ശംഖുപുഷ്പം ഇട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്ന ആ DM വാട്ടർ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് ബേസിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനു മുമ്പ് ബേസിലേക്ക് 2 കാര്യങ്ങളും കൂടി ചേർത്ത് കൊടുക്കണം. ഫേസ് വാഷിന് വലിയ സ്മെല്ലൊന്നും വേണ്ട. ഒരു ചെറിയ ലൈറ്റ് സ്മെല്ലാണ് വേണ്ടോ. ലാവിസോളിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 7 ഡ്രോപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. 225 ml ഫേസ് വാഷ് ഉണ്ടാക്കാനായിട്ട് 7 ഡ്രോപ്പ് വേണമെന്നുള്ളതൊരു സംശയമായിരിക്കും. പക്ഷേ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു കുഞ്ഞ് ബോട്ടിലായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലാവിസോളിൻ്റെ ചെറിയൊരു ബോട്ടിലായിരുന്നു. അതിൻ്റെ ഹോള് വളരെ ചെറുതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ വലിയ ബോട്ടിലിലാണ് ഫ്രാഗ്രൻസ് ഓയിൽ ഉള്ളതെന്ന് വെച്ചാൽ ഒരു 3 ഡ്രോപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു സ്പൂണ് വെജ് ഗ്ലിസറിനാണ്. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ സ്പൂണായിരുന്നു. ആ ചെറിയ സ്പൂൺ നിറയെയാണ് വെജ് ഗ്ലിസറിൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം DM വാട്ടറും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് വെജ് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ക്യാമറ തുടയ്ക്കാണ്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് അങ്ങനെ ഒരു മങ്ങലുണ്ടായിരുന്നത്. ഇപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. അപ്പോൾ എൻ്റെ വീഡിയോ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ DM വാട്ടർ ഇതിലേക്ക് ബേസിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അത് ടൈറ്റായിട്ട് വീണ്ടും വരുന്നത് കാണാം. ബേസ് ടൈറ്റ് ആവുന്നതിനനുസരിച്ചിട്ട് പിന്നെയും ഇത്തിരിശയായിട്ട് ഈ DM വാട്ടർ ചേർത്തുകൊണ്ടേ ഇരിക്കുക. വാട്ടർ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്ത് കൊടുക്കരുത്. ഇത്തിരിശയായിട്ട് ഒഴിച്ചിട്ട് വേണം അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. എത്രത്തോളം മിക്സ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നല്ലതാണ്. നല്ലപോലെ മിക്സ് ചെയ്ത് ആ ബേസിൽ എല്ലായിടത്തേക്കും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വെജ് ഗ്ലിസറിനും അതുപോലെ DM വാട്ടറും അതിൽ ചേർത്തിട്ടുള്ള ശംഖുപുഷ്പം പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ സ്മെല്ലാണ്. അതെല്ലാം കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഫേസ് വാഷ് നല്ലൊരു തിക്കായിട്ടാണ് ഉണ്ടാവുക. ഷാമ്പൂ ആണെന്ന് വെച്ചാൽ ഇത്ര തിക്ക് ഉണ്ടാവില്ല, ഇത്രയും ലൂസായിരിക്കും. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന DM വാട്ടർ എല്ലാം തന്നെ ബേസിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല തിക്കോട് കൂടിയിട്ട് തന്നെയാണ് ഫേസ് വാഷ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ നിറയെ തന്നെ വെജ് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം 100 ഗ്രാമിൻ്റെ 2 ബോട്ടിലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് നിറച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഗ്ലാസ് ജാറിൽ നിങ്ങൾക്ക് കാണാം 200 ഗ്രാമിനും ഒരൽപ്പം കൂടുതലാണ് കിട്ടിയിട്ടുള്ളത്. കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നത് ഞാനൊരു ചെറിയ ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒരേ ഒരു ഡ്രോപ്പ് വേണ്ടു. ഒരു ഡ്രോപ്പിൽ തന്നെ നമുക്ക് നല്ലപോലെ മുഖം വാഷ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ 100 ഗ്രാമിൻ്റെ 2 ബോട്ടിലിൽ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചെയ്തിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് അതിലൊരു ചെറിയ പതയൊക്കെ കാണുന്നത്. 2 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ അതിലെ പതയൊക്കെ മാറിയിട്ട് നല്ല ക്ലിയറോട് കൂടിയിട്ട് തന്നെ ഫേസ് വാഷ് കിട്ടും.
ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഫേസ് വാഷ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.